RSS നേതൃത്വത്തിലുള്ള ജ്ഞാനസഭയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ കടുത്ത വിമർശനവുമായി മന്ത്രിമാർ. പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ അക്കാദമിക സമൂഹത്തിന് മുന്നിൽ തല കുൻപിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. കുഫോസ് VC ഡോക്ടർ എ ബിജുകുമാറിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. RSS പരിപാടിക്ക് പോകുന്നവരെ ആ സ്ഥാനത്തിരുത്തേണ്ട കാര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. VC-മാരെ വിമർശിച്ച മന്ത്രിമാരെ MV രാജേഷും PA മുഹമ്മദ് റിയാസും രംഗത്തുണ്ട്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ അക്കാര്യം. അത് VC-മാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമായിരുന്നില്ല. അത് അവർ ആദ്യം കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ, എന്നിട്ട് അതിനകത്ത് നിലപാട് പറയാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ BJP ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള മതവർഗീയവൽക്കരണത്തിൻ്റെ പാഠശാലകളാക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടക്കുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തന്നെ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നു. RSSന്റെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള, കണ്ണൂർ സർവകലാശാല VC-മാർ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസവും കാലിക്കറ്റ്, കണ്ണൂർ, കുഫോസ് VC-മാർ വിവിധ സെഷനുകൾക്ക് എത്തിയിരുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. മാത്രമല്ല, സർവകലാശാലകൾ പിടിക്കാൻ ഒരു സംഘപരിവാർ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളിന്മേൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർമാർ ജ്ഞാനസഭയുടെ ഭാഗമാകുന്നത്. ഇന്നും ഇപ്പോൾ ഇതിന്റെ വിവിധ സെഷനുകളിൽ VC-മാർ പങ്കെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് കൂടുതൽ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ പോവുകയല്ലേ? VC-മാർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു നിലയിലേക്ക് ഈ സംഭവങ്ങൾ വികസിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഇതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്മേളനം ഇവിടെ പുരോഗമിക്കുന്നത്. കണ്ണൂർ VC ഡോക്ടർ KK സാജുവും അതോടൊപ്പം തന്നെ കേരള VC മോഹൻ കുന്നുമലിന്റെ സാന്നിധ്യം ഇന്ന് സദസ്സിലുണ്ടായിരുന്നു. മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയിലെ സദസ്സിലാണ് ഇരു VC-മാരുടെയും സാന്നിധ്യം ഉണ്ടായത്. ഇന്നലെ കുഫോസ് VC കോഴിക്കോട്, കണ്ണൂർ, അതോടൊപ്പം തന്നെ കേരള VC ഉൾപ്പെടെയുള്ള വിവിധ സെഷനുകളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ കേരള VC-യും അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല VC ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. എന്തായാലും നേരത്തെ ഗോപി സൂചിപ്പിച്ചപ്പോൾ തന്നെ സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ സംഘപരിവാർ കേരളത്തിലെ സർവകലാശാലയിൽ ഇടപെടുന്നു എന്നുള്ള വിമർശനം നിലനിൽക്കുന്നതിനിടെയാണ് ഈ വിമർശനം ഒന്നും കണക്കാക്കാതെ ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിൽ രണ്ടാം ദിവസവും ഇരു VC-മാരും എത്തിയിരിക്കുന്നത്. സർക്കാർ പ്രത്യേകിച്ചും മന്ത്രിമാർ ഉൾപ്പെടെ വലിയ വിമർശനമെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മോഹൻ ഭാഗവതിന്റെ പരിപാടി ഇപ്പോൾ തുടരുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഈ ഒരു ജ്ഞാനസഭ സമാപിക്കുക. അതിന് മുന്നോടിയായി ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് RSS മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് മോഹൻ ഭാഗവത് ഈ വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായം തേടി അതിനുശേഷം ഒരു പ്രമേയം പാസാക്കും. ഇതിൽ കേരളത്തിലുള്ള ഈ VC-മാർ മാത്രമല്ല, രാജ്യത്തെ വിവിധ സർവകലാശാലയിലുള്ള ഏതാണ്ട് 100-ലധികം സർവകലാശാലയുടെ VC-മാരും വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുടെ എല്ലാം തന്നെ അഭിപ്രായം തേടിയാകും ഇന്ന് വൈകിട്ട് ഒരു പ്രമേയം പാസാക്കുക. അതിനുശേഷം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ RSS മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ VC-മാർ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ തേടി ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പാകെ വെക്കും. ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം സംഘപരിവാർ ശക്തികൾ സർവകലാശാലകളെ കീഴടക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും വിമർശനവും നിലനിൽക്കുന്നതിനിടെയാണ് കേരള VC ഉൾപ്പെടെയുള്ള VC-മാർ ഇന്ന് രണ്ടാം ദിവസവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. എന്തായാലും ഇന്നലെ VC-യോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിക്കും. എന്തായാലും വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ ജ്ഞാനസഭ ചർച്ചയിൽ നിലനിൽക്കുന്നത്. എന്തായാലും കേരള VC-യും കണ്ണൂർ VC-യും ഇന്ന് രണ്ടാം ദിവസവും സദസ്സിൽ സാന്നിധ്യമായി തന്നെ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. നിതിൻ, ദേശീയ തലത്തിൽ ഇപ്പോൾ സംഘപരിവാർ ശക്തികൾക്കെതിരെ ഉയർന്ന ഒരു രാഷ്ട്രീയ ആരോപണം തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. പുതിയ ഒരു സാംസ്കാരിക ദേശീയതയുടെ ചരിത്രം എഴുതി ചേർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ രാജ്യത്ത് നിലനിന്നിരുന്ന അത്തരം ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിൽ പോലെയുള്ള ചരിത്ര ഗവേഷണ കൗൺസിൽ പോലെയുള്ള സംവിധാനങ്ങളെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളാണ് സംഘപരിവാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അതിന് സർക്കാരിന് നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഈ പ്രമേയത്തിൽ അതിൽ ഈ ജ്ഞാനസഭയുടെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്ന കേരള സർവകലാശാല വൈസ് ചാൻസലർ അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ച്, അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച് ഒരു പ്രമേയം കൊണ്ടുവരാനാണോ ഈ സെഷനുകളിൽ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി ഗൗരവമുള്ള ഒരു പ്രശ്നമായി മാറില്ലേ?
ഗോപി, തീർച്ചയായും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ രാജ്യത്തിലെ വിവിധ സർവകലാശാലയിലെ വിസിമാർക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന വിമർശനവും ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്, ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് വിവിധ സർവകലാശാലയിലെ വിസിമാർ പങ്കെടുക്കുന്ന ജ്ഞാനസഭ ഇന്നിൽ കൊച്ചിയിൽ തുടരുന്നത്. നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഈ ജ്ഞാനസഭ കൊച്ചിയിൽ തുടരുന്നത്. ആ നിലയിൽ തന്നെ ജ്ഞാനസഭയ്ക്ക് ശേഷം, അതായത് ഈ സമാപന സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് ഒരു പ്രമേയം പാസാക്കും. അതായിരിക്കും സ്വാഭാവികമായിട്ടും സർക്കാരിന് മുൻപാകെ RSS മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഈ നിർദ്ദേശത്തിലേക്ക് സ്വരൂപിക്കുന്ന വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ഡാറ്റകളൊക്കെ തന്നെ വിവിധ സർവകലാശാല വിസിമാർന്ന് ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേശീയതയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാകും നടപ്പാക്കുക എന്ന ഒരു വിവരം തന്നെ ഇതിനെ തന്നെ RSS പങ്കുവച്ചിരുന്നു. ഇന്നലെയും മോഹൻ ഭാഗവത് സമാനമായ നിലയിൽ തന്നെയാണ് പ്രതികരണം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ ഉള്ളൊരു വിദ്യാഭ്യാസ നയം മുന്നോട്ട് വരുമ്പോൾ വിസിമാർക്കുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ വിവിധ സെഷനുകളിൽ തന്നെ സ്വരൂപിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലുള്ള ഒരു പ്രമേയം തന്നെയാവും പാസ്സാക്കുക. സ്വാഭാവികമായിട്ടും വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്മേളനം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ടാണ് RSS ഇത്രയും വിപുലമായ നിലയിൽ ഒരു വിദ്യാഭ്യാസ സമ്മേളനം നടത്തുന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കേരളത്തിലുള്ള വിസിമാർ പങ്കെടുക്കുന്നത് അതീവ ഗൗരവത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി തന്നെ ഇതിപ്പോൾ ഉയർന്നിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. RSS സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ സർവകലാശാല വൈസ് ചാൻസലറും എത്തിയത് സർക്കാരിനെ ചൂണ്ടിപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സർവകലാശാല വൈസ് ചാൻസലർമാർ ജ്ഞാനസഭയുടെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ കാതൽ. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് വിസിമാർക്കെതിരെ ഉയർന്നു വരാൻ പോകുന്ന നടപടികൾ, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.